വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാ മിസ്സാണ്. നമുക്ക് 5ാം ക്ലാസ്സിലെ എക്സാം ആണല്ലേ വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം എന്നിവയാണ് താഴെ ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലെ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൽ ഏതാണ് റൊട്ടേഷൻ, ഏതാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ചിത്രം എയിൽ കാണുന്നതാണ് എന്താ? ചിത്രം എയിൽ കാണുന്നതാണ് എന്ത് മക്കളെ? യെസ്, ചിത്രം എയിൽ കാണുന്നതാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ, ഓക്കെ, റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്നാണ് പറയുന്നത്. ചിത്രം ബിയിൽ കാണുന്നതാണ് എന്ത്? റെവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. റെവല്യൂഷൻ, റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നത്. പരിക്രമണം. ഓക്കെ, അപ്പൊ ചിത്രം തന്നിട്ട് നിങ്ങളോട് റൊട്ടേഷൻ ഏതാണ്, പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഭ്രമണം, പരിക്രമണം എന്നിവയെ കുറിച്ച് ലഘു കുറിപ്പുകൾ തയ്യാറാക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്സ് ഓൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് അല്ലെ. അപ്പൊ എന്താണ്? യെസ്, നൈറ്റ് ആൻഡ് ഡേ alternate ഓൺ ദ എർത്ത് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അല്ലെ. നമുക്ക് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി വരുന്നത് റൊട്ടേഷൻ കാരണമാണ്. റൊട്ടേഷൻ ഇസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ് അല്ലെ. ഭൂമി എന്താണ്? റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? എർത്ത്, നമ്മുടെ ഭൂമി ഇമാജിനറി ആക്സിസ് അല്ലെ, സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലെ. അതിനെയാണ് എന്ത്? റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. ഇനി എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, ആസ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ എർത്ത് മൂവ് അറൌണ്ട് ദ സൺ ഓൺ ഫിക്സഡ് ഓർബിറ്റ്, ദിസ് ഇസ് റെവല്യൂഷൻ അല്ലെ. അതായത് ഭൂമി എന്താ? അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്താ? ഭൂമി സൂര്യനെയും ചുറ്റുന്നുണ്ട്. അതിനെയാണ് എന്ത്? റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാൻ 365 ദിവസം വേണം. ഓക്കെ, അപ്പൊ അതായത് റൊട്ടേഷൻ, അതായത് റെവല്യൂഷനോടെയാണ് നമുക്ക് സീസൺസ് ഒക്കെ ചേഞ്ച് ആവുന്നത്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, ബൈ.